ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. സെയിൻറ്റ് ആൽബർട്ട്സിലെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. സോ അതാ നമ്മൾ പറയണേ കേട്ടോ. ആൽബർട്ട്സ് കോളേജ് എറണാകുളത്താണ് സിറ്റുവേറ്റ് ചെയ്തേക്കണേ. MG യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. ബട്ട് ഓട്ടോണമസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾ alberts.edu.in എന്നുള്ള വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെൻറ്റ് ആൽബർട്ട്സ് എറണാകുളം എന്ന് അടിച്ചു കൊടുത്താൽ ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കുമ്പോൾ തന്നെ ഒരു പോപ്പപ്പ് ബോക്സ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ വെബ്സൈറ്റിലേക്ക് എത്തുന്നില്ല. സോ അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ആ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് അതിൽ നമുക്ക് അഡ്മിഷൻ 2025-26 എന്നുള്ള ഒരു ബോക്സ് കാണിക്കുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഇനി കാണുന്നില്ലെങ്കിൽ ഫയർഫോക്സിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിൽ നോക്കുക കേട്ടോ. അപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ അഡ്മിഷൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ UG PG അഡ്മിഷൻ 2025-26 എന്ന് കാണിക്കും. നമ്മളിപ്പോൾ UG അഡ്മിഷൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് PG ആണെങ്കിൽ അങ്ങനെ നോക്കാം. MBAക്ക് സെപ്പറേറ്റ് ആണ്, MSW സെപ്പറേറ്റ് ആണ്. സോ UG അഡ്മിഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം തന്നെ പ്രോസ്പെക്ടസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണതിന് മുമ്പായിട്ടും പ്രോസ്പെക്ടസ് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം MGയുടെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചിട്ട് പറയുവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ +2 പാസ്സായി അടുത്ത ഹയർ സ്റ്റഡീസിന് എലിജിബിലിറ്റി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് MGയുടെ വെബ്സൈറ്റ് വഴി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ എത്ര കോളേജുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഒരു കോളേജിൽ തന്നെ എത്ര കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ഓപ്ഷൻസിൽ വെച്ച് കൊടുക്കാം. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സും ഇഷ്ടമുള്ള കോളേജും നിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോളേജ് ഇപ്പോൾ സെയിൻറ്റ് പോൾസ് MGയുടെ സെൻട്രൽ ക്യാപ്പിലാണ് വരുന്നത്. സോ സെയിൻറ്റ് പോൾസിൽ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടം ഇപ്പോൾ കെമിസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു കോളേജിലെ കെമിസ്ട്രി അങ്ങനെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും സെയിൻറ്റ് പോൾസിൽ ഫിസിക്സ് വെക്കാം. അല്ലെങ്കിൽ അടുപ്പിച്ച് തന്നെ സെയിൻറ്റ് പോൾസ് ഫിസിക്സ് കെമിസ്ട്രി വെച്ചിട്ട് വേറൊരു കോളേജ് വെക്കാം. എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് വെക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഷ്ടമുള്ള കോഴ്സും കോളേജും ആദ്യം ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എയ്ഡഡ് ആണോ കോഴ്സ് സെൽഫാണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണ്ടതാണ്, ഇപ്പോൾ നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ക്യാപ്പിൽ കൊടുത്താലും നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഇതുപോലുള്ള ഓട്ടോണമസ് സെയിൻറ്റ് ആൽബർട്ട്സ്, സെയിൻറ്റ് തെരേസസ്, SH തേവര, പിന്നെ മഹാരാജ്, അതുപോലെ തന്നെ ഭാരതമാത, അങ്ങനെ കുറേ കോളേജസ് ഉണ്ടല്ലോ, UC കോളേജ്, അങ്ങനെയുള്ള കുറേ കോളേജസും MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെങ്കിലും ഓട്ടോണമസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോളേജുകളിൽ വേണമെങ്കിലും കൊടുക്കാം. MGയുടെ ഇതിലും കൊടുക്കാം, ഇതുപോലുള്ള ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം കൊടുക്കാം. ഇതല്ലാതെ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്യാപ്പ് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാം, കേരള യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാം, അതിൻ്റെ അണ്ടറിലുള്ള ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ പ്രശ്നം ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ എല്ലായിടത്തും കൊടുക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഇപ്പോൾ മഹാരാജൊക്കെ ആണെങ്കിൽ പ്രീവിയസ് ഇയർ 50 ആയിരുന്നു. അപ്പോൾ 50 തുടങ്ങി 300 രൂപ വരെ ഓരോ ഓട്ടോണമസ് കോളേജുകളും ചോദിക്കുന്നുണ്ട്. ഇവർ കഴിഞ്ഞ വർഷം 150 ആയിരുന്നു. ഈ വർഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം എത്രയാണ് ആപ്ലിക്കേഷൻ. എനിക്ക് തോന്നുന്നു 250 ആണെന്ന് എനിക്കാണ് തോന്നുന്നത്. ഞാനും ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഈ പ്രോസ്പെക്ടസും വെബ്സൈറ്റ് നോക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ആൽബർട്ട്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എല്ലാ കോളേജുകളുടെ ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോരരുത്. ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് നിങ്ങൾ നോക്കണം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണതും അതിനുശേഷം അഡ്മിഷൻ വിളിക്കുന്നതും ഒക്കെ നിങ്ങൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റുകൾ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ആദ്യത്തെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യണത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നാൽ അറിയണതോ മെയിൽ വന്നാൽ അറിയണതോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആൽബർട്ട്സ് എപ്പോഴും വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ അത്യാവശ്യം ഇൻഫർമേഷൻസൊക്കെ അവർ ഇടാറുണ്ട്. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കിയാൽ മതി. അവരൊരു ഡേറ്റൊക്കെ ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും, അതിനുശേഷം ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, അതിനുശേഷം ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെയുള്ള കുട്ടികളെ അവർ വിളിക്കും, ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞിട്ട്. അതായത് ആൽബർട്ട്സിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഹോളിലായിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് സർട്ടിഫിക്കറ്റും കോളേജിൽ അടക്കാനുള്ള ഫീസൊക്കെ ആയിട്ട് ചെന്നാൽ മതി. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഏതൊരു അലോട്ട്മെൻറ്റ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആൽബർട്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും ആദ്യം വിളിക്കുന്നത് സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള റിസർവേഷൻസ് ഒക്കെ കൊടുത്തേക്കുന്ന കുട്ടികളെ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും ആൽബർട്ട്സിൻ്റെ ആണ് എപ്പോഴും അഡ്മിഷൻ ആദ്യം നടക്കാറ് കേട്ടോ. എല്ലാ വർഷവും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം സെയിൻറ്റ് ആൽബർട്ട്സ് ആണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ആദ്യം തന്നെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കണേ എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് കൾച്ചറൽ കോട്ടയുടെയൊക്കെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ കുട്ടികൾ അറിയാതെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും വെബ്സൈറ്റ് നോക്കുക, ആദ്യം അങ്ങനെയുള്ള കുട്ടികളെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രോസ്പെക്ടസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, ഇവിടുത്തെ അതായത് എയ്ഡഡ് കോഴ്സ് ഏതാണ്, സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഏതാണ്, ഓരോ കോഴ്സിനും എന്താണ് എലിജിബിലിറ്റി പറയണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ടേബിൾ ഓഫ് കോണ്ടൻറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ കാര്യങ്ങളും ഓരോ പേജിലാണ് കിടക്കണമെന്നുള്ളത്. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് UG പ്രോഗ്രാമിൻ്റെ 8ാമത്തെ പേജിൽ കിടപ്പുണ്ട്. എലിജിബിലിറ്റി ഓഫ് അഡ്മിഷൻ 12ാമത്തെ പേജിൽ കിടപ്പുണ്ട്. പിന്നെ ഏതൊക്കെ റിസർവേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, നമുക്ക് ഏതൊക്കെ റിസർവേഷനിൽ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിൻറ്റ് ആൽബർട്ട്സ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ കോളേജ് ആയതുകൊണ്ട് ആ മൈനോറിറ്റിയിൽ വന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടാവും. അതല്ലാതെ SC/ST പോലുള്ള റിസർവേഷൻസും ഉണ്ടാവും കേട്ടോ. ഈ OBCയും EWS ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. സാധാരണ ഇങ്ങനെയുള്ള എയ്ഡഡ് കോളേജുകളിൽ ചിലപ്പോൾ അങ്ങനെയുള്ള റിസർവേഷൻസ് എയ്ഡഡ് കോഴ്സുകൾക്ക് കിട്ടണം എന്നില്ല, സെൽഫിലേക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിസർവേഷനിൽ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. പിന്നെ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, അതിൻ്റെ ഏതൊക്കെ സീറ്റ്, അതായത് എന്തൊക്കെ മത്സരങ്ങൾക്ക് പ്രൈസുകൾ വാങ്ങിയിട്ടുള്ളവർക്കാണ് ഈ ഇതിലേക്ക് അർഹതയുള്ളത് അല്ലെങ്കിൽ എത്ര പോയിന്റ് കിട്ടുന്നതെന്നൊക്കെ പറ്റിയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് ബോണസ് മാർക്കുള്ളത് NCC NSSനൊക്കെ നമുക്ക് ബോണസ് മാർക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ ഒരു പേജ്, അതായത് പേജ് നമ്പർ 21 പറയുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ, അപ്പോൾ ഇവർ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അഡ്മിഷന് ഒരു ഡേറ്റും അതുപോലെ തന്നെ ഇന്ന റാങ്ക് മുതൽ 1 മുതൽ 10 വരെയുള്ള റാങ്ക്, 10 വരെയല്ല 50 അല്ലെങ്കിൽ 100 ആയിരിക്കും കേട്ടോ വിളിക്കാറ്. അപ്പോൾ പിന്നെ കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളൊക്കെ ആണെങ്കിൽ അതിൽ കുട്ടികൾ കുറവായിരിക്കുമല്ലോ, ചിലപ്പോൾ അപ്പോൾ 200 വരെയൊക്കെ വിളിച്ചേക്കാം. അപ്പോൾ അത്രയുള്ള റാങ്കുകാരോടൊക്കെ ഇന്ന ദിവസങ്ങളിൽ ഇന്ന സമയം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വെന്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് അവർ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യും. ആ ഒരു ടൈമിൽ ഞാൻ പറ്റുവാണെങ്കിൽ, വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ കോഴ്സുകളെ പറ്റിയിട്ടും പിന്നെ നിങ്ങളെ ഈ ആൽബർട്ട്സിൻ്റെ വെബ്സൈറ്റും ഒക്കെയാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ ഹെൽപ്പ് ലൈനിൽ വിളിച്ചാലും അത്യാവശ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നമ്മൾക്കൊരു റിപ്ലൈ തരുന്ന അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ലൈക്ക് നമ്മൾ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ച് വിളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ചാൽ, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ അവർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാംസ് അതിൽ ഇപ്പോൾ നമുക്ക് BA പ്രോഗ്രാംസ് ആണെങ്കിൽ BA എക്കണോമിക്സ് എല്ലാം ഇപ്പോൾ നമുക്കറിയാമല്ലോ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ്, BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അത് സെൽഫാണ്. അപ്പോൾ അത് ഓർക്കാട്ടോ, ഒരു കോളേജിൽ ഒരു കോഴ്സ് തന്നെ എയ്ഡഡും സെൽഫായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത് എയ്ഡഡ് കോഴ്സായിട്ടും ഉണ്ട്, സെൽഫായിട്ടും FN കോഴ്സായിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ BCom അക്കൗണ്ടിങ് സെൽഫാണ്, BCom കോപ്പറേറ്റീവ് സെൽഫാണ്, BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷനും 2 ബാച്ച് വരുന്നുണ്ട് സെൽഫിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സെൽഫ് നിങ്ങൾക്കിപ്പോൾ കുഴപ്പമില്ല, ഫീസ് ഓക്കെയാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫീസാണ് സെൽഫ് എയ്ഡഡിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്ഷനും കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ BBA, അതുപോലെ തന്നെ BBA ഓണേഴ്സ് 2 ANും വരുന്നുണ്ട്, FNും വരുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ എയ്ഡഡ് കോഴ്സാണ്. BSc ഫിസിക്സ്, കെമിസ്ട്രി വിത്ത് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഓർ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് അത് SF ആണ്. അക്വാകൾച്ചർ എയ്ഡഡ് ആണ്. കമ്പ്യൂട്ടർ സയൻസും സെൽഫാണ്. ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ ബേസിക് സയൻസ് അത് 5 വർഷത്തെ കോഴ്സാണ് കേട്ടോ. ക്യുസാറ്റിനൊക്കെ മുമ്പ് തന്നെ ഇവരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ ബേസിക് സയൻസ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് ആൽബർട്ട് സാറാണ് കേട്ടോ. അപ്പോൾ അടുത്ത കോഴ്സ് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും എല്ലാമൊക്കെ അവരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ FNും അതുപോലെ തന്നെ AN എന്നൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ നോക്കൂ, BSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഓണേഴ്സ് സെൽഫ് ഫിനാൻസിങ് ആണ് FN എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ FN എന്ന് പറയുന്നത് മോർണിംഗ് സെഷൻ ആയിരിക്കും, അവർക്ക് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ AN എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ സെഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ബാച്ചസ് ഇവിടെ ചില ബാച്ചസ് ചില കോഴ്സുകൾക്ക് അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ അഡ്മിഷനൊക്കെ എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ബാക്കി നിങ്ങൾ ഇതെന്തായാലും പ്രോസ്പെക്ടസ് നോക്കണം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതിൽ ചോദിക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ.
ഓരോന്നിൻ്റെയും ഓരോ കോഴ്സുകൾക്കും നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ സാധാരണ ഇവർ വെബ്സൈറ്റിൽ ഫീസ് സ്ട്രക്ചറും ഇടാറുണ്ട്. പ്രോസ്പെക്ടസിൽ എനിക്ക് തോന്നുന്നു ഫീസ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് പ്രോസ്പെക്ടസ് ഉണ്ടാവില്ല. അല്ലാതെ വെബ്സൈറ്റിൽ അവർ അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ എന്തായാലും ഫീസ് സ്ട്രക്ചറൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫീസൊക്കെ നോക്കാം. പിന്നെ എയ്ഡഡ് കോഴ്സുകൾക്ക് നമുക്ക് ഫീസ് സ്ട്രക്ചർ കുറവായിരിക്കും, സെൽഫിൽ നമുക്ക് കുറച്ചധികം വരും കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്പോർട്സിൻ്റെ ഏതൊക്കെ പ്രോഗ്രാമിന് ഇത് കിട്ടിയേക്കുന്നവർക്കാണ് എത്രയൊക്കെ പോയിൻറ്റ്സാണ് കിട്ടണതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണം. അല്ല നേരിട്ട് ഹാജരാക്കാനേ പറയുന്നുള്ളൂ എങ്കിൽ ആ സമയത്ത് ഹാജരാക്കാം കേട്ടോ. ഇപ്പോൾ NSS NCC ഒക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഇപ്പോൾ തന്നെ കിട്ടാനുള്ള ചാൻസ് കുറവാണല്ലോ അല്ലേ. ഉടനെ ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. അങ്ങനെ സാധാരണ നമുക്ക് മനസ്സിലാവണത്. ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് NCC ഉണ്ടോ NSS ഉണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പോൾ അവിടെ yes or no ആണെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോയി ഹാജരാക്കിയാൽ മതിയാവും കേട്ടോ. പിന്നെ ഈ കൾച്ചറൽ കോട്ടയുടെയും പറയുന്നുണ്ട് കേട്ടോ. കേരള സ്കൂൾ കലോത്സവമാണെങ്കിൽ എത്രയാണ് പോയിൻറ്റ്, ഏത് ഗ്രേഡ് ആണെങ്കിൽ എത്ര പോയിൻറ്റ്സ് ആണെന്നുള്ള കാര്യം ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുക, സ്പോർട്സ്, കൾച്ചറൽ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം. മാത്രമല്ല അവരുടെ അഡ്മിഷൻ നേരത്തെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ OBC ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ അല്ലെങ്കിൽ OBC NCL റിസർവേഷൻ സീറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇവിടെ അടുത്തത് നമുക്ക് ലാസ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ ഒന്ന് നോക്കിയേക്കാം. വേറെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും അവർ വെബ്സൈറ്റിലിടും. നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഇവർ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. മാർക്ക് ലിസ്റ്റ് ഓക്കെ. ഇപ്പോൾ 10th മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ സ്കൂളിലായിരിക്കുമല്ലോ, അതിപ്പോൾ ഉടനെ തന്നെ കിട്ടും. നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ കിട്ടും. അതല്ല PDF ആക്കാനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തേക്കുന്നത് ക്ലിയർ ആയിട്ടുള്ളതാണെങ്കിൽ അത് സ്കാൻ ചെയ്ത് PDF ആക്കിയാൽ മതി. ക്ലിയർ ആയിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ ഡിജി ലോക്കറിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്തേക്കുന്ന PDF ക്ലിയർ ആവണം. അത് ഡൗൺലോഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ക്ലാരിറ്റി കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് എടുത്തേക്കണം മതി. അതിപ്പോൾ നമ്മൾ അഡ്മിഷന് മുമ്പ് ഈ കിട്ടുന്ന എന്തായാലും കിട്ടുമല്ലോ, ആ സമയത്ത് നേരിട്ട് ഹാജരാകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് അഡ്മിഷൻ്റെ സമയത്ത് വേണ്ടത് മാർക്ക് ലിസ്റ്റ്, 2 അറ്റസ്റ്റഡ് കോപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെൽഫ് അറ്റസ്റ്റഡ് അല്ല പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഓൺലൈൻ മാർക്ക്. ഓക്കെ ഇവിടെ നിങ്ങൾ ഓൺലൈൻ മാർക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത്. അതായത് നമ്മൾ +2 മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ മാർക്ക് ഷീറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ ആൻഡ് 2 അറ്റസ്റ്റഡ് കോപ്പി ഓഫ് SSLC ആൻഡ് +2 മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സെൽഫ് അറ്റസ്റ്റഡ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ചിലപ്പോൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ടുള്ളത് ആയിരിക്കണം. നിങ്ങളിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പഠിച്ചതെങ്കിൽ അവിടുത്തെ HM മതിയാവും കേട്ടോ. ഗസ്റ്റഡ് ഓഫീസറാണ്, അവിടെ തന്നെ കൊടുത്താൽ മതിയാവും. അവിടുത്തെ 10 അതായത് എനിക്ക് തോന്നുന്നു 10 വരെയും ഒരു HM അത് കഴിഞ്ഞ് +1 +2 വേറൊരു HM അല്ലേ ഗവൺമെൻറ്റിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ 10 മതി. +2 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 10th HM ആയാലും നിങ്ങൾക്ക് അദ്ദേഹം ഗസ്റ്റഡ് ഓഫീസറാണ്. സോ അത് കൊടുക്കാം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൃഗാശുപത്രി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഗസ്റ്റഡ് ഓഫീസേഴ്സാണ്. സോ അങ്ങനെയുള്ളവരൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ളത് അത് നിങ്ങൾ അപ്പോൾ ഒറിജിനൽ കൊണ്ടുപോകണം കേട്ടോ. ഇപ്പോൾ 10th മാർക്ക് ലിസ്റ്റാണ് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ നമ്മളോട് ഇവിടെ ഈ ഒരു +2 നമ്മൾ തന്നെ അറ്റസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ TC CC അതൊക്കെ നമ്മൾ 10th പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കിയാൽ മതി. പിന്നെ ആധാർ കാർഡ് അതിൻ്റെ കോപ്പിയും ഒറിജിനലും പറഞ്ഞിട്ടുണ്ട്. അത് അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. 10th മാർക്ക് ലിസ്റ്റ് മാത്രമാണ് ഇവിടെ അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ, പിന്നെ ബാക്കി നിങ്ങൾ എന്തെങ്കിലും റിസർവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, ഫ്രഞ്ച് ആണുള്ളത്. ഫീസ് ഫോർ ഫ്രഞ്ച് ലാംഗ്വേജ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഗ്രാം ഫീ. അതായത് നിങ്ങൾ ഫീസ് സ്ട്രക്ചർ വരുമ്പോൾ അതിൽ ഫ്രഞ്ചിൻ്റെ ഫീസ് ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. സോ ഫ്രഞ്ച് എടുക്കുന്നവർ പെട്ടെന്നല്ല എക്സ്ട്രാ ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് അഡ്മിഷൻ്റെ സമയത്ത് അത് എത്രയാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിലെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ ആ ഫീസ് സ്ട്രക്ചറൊക്കെ അറിയാനായിട്ട് സാധിക്കും. അവരിപ്പോൾ വെബ്സൈറ്റിൽ ഫീസ് സ്ട്രക്ചർ ഇട്ടിട്ടില്ലെങ്കിലും ഉടനെ തന്നെ ബാക്കി ഫീസിൻ്റെ അഡ്മിഷൻ്റെ സമയത്തുള്ള ഫീസും ഇതുണ്ടോ ഇവിടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ കോഴ്സുകൾക്കാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം.
ഇതിൻ്റെ സാലറി പാക്കേജൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ അത്യാവശ്യം പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോ കോഴ്സിൻ്റെയും ഇവർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും പ്രോസ്പെക്ടസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേക്കാം കേട്ടോ. മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് പ്രോസ്പെക്ടസിലോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവർ പറഞ്ഞുതരും. എനിക്ക് അനുഭവം ഉള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല വെബ്സൈറ്റുമാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ പറഞ്ഞു തരുന്നതുമാണ് കേട്ടോ. എനിക്ക് ഈ വർഷത്തെ അറിയില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് വിളിച്ചപ്പോൾ എന്തോ കാര്യത്തിന് വിളിച്ചപ്പോൾ അവർ നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെ. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞില്ല അല്ലേ? അതിവിടെ ആപ്ലിക്കേഷൻ പോർട്ടൽ കണ്ടോ, ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് UG മെറിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ആദ്യം കാണുന്നുണ്ടോ നമ്മുടെ മെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ നോക്കാനൊക്കെ ഉള്ള ആ ഒരു പേജാണ്. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കുള്ളത് ന്യൂ യൂസർ സൈനപ്പ് എന്നുള്ള ആ റെഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെയൊക്കെ ഹെൽപ്പ് ലൈൻ ഡെസ്ക് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ അക്കൗണ്ട് ക്രിയേഷനാണ് ഓർക്കുക. അക്കൗണ്ട് ക്രിയേഷൻ നമ്മൾ തെറ്റിപ്പോകരുത്, പിന്നെ അത് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കണം. മെയിൽ നിങ്ങൾ ഒരു മെസ്സേജ് വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ അക്കാദമിക് അഡ്മിഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെയിൽ തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് SSLC സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ രണ്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിലുള്ളതാണ് സാധാരണ നമ്മൾ പ്രൂഫായിട്ട് സാധാരണ കൊടുക്കാറ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അപ്ലൈ ഫോർ ഏതാണെന്നുള്ളത് UG ഓർ PG എന്നായിരിക്കും, അത് കൊടുക്കുക. അതിനുശേഷം അല്ലെങ്കിൽ താഴേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ഡ്രോപ്പ് ഡൗൺ. ഈ ഫോണിൽ UG മാത്രം കാണിക്കണുള്ളൂ. നിങ്ങൾക്ക് ഫോണിൽ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യുക. ചില സ്ഥലത്ത് ഡ്രോപ്പ് ഡൗൺ ഫുള്ളായിട്ട് ഈ ഫോണിൽ കാണിക്കില്ല, അതാണ് ഒരു പ്രശ്നമുള്ളത്. വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ PC-യിലൊക്കെ ചെയ്യണതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്താൽ മതി, പക്ഷേ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയണ പോലെ ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ചെയ്ത് കൊടുത്തേക്കണ ആ ഫോം ഉണ്ടല്ലോ, അതിൽ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ലാസ്റ്റ് ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നീട് നമ്മൾ പുറത്ത് പോയിട്ട്, വീട്ടിൽ പ്രിൻ്റർ ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് അത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യണം. അഡ്മിഷൻ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഫോമിൻ്റെ ഇത് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ കൊടുത്തേക്കണ ഡേറ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാദമിക് ഡീറ്റെയിൽസും, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരും. അക്കാദമിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത 10th 12th അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും. പിന്നീട് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ളതായിരിക്കും. പിന്നെ നമുക്ക് ഫീസ് ഈ ഓർഡർ തന്നെ ആവണം എന്നില്ല, സാധാരണ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഫീസ് അടക്കുക, പിന്നെ ഫൈനൽ സബ്മിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഫീസ് അടക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഒക്കെ അറിയാലോ. ഇപ്പോൾ ചിലവരൊക്കെ QR കോഡ് വരെ വെക്കുന്നുണ്ട്. സോ ഈസിയാണ് QR കോഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീസ് അടക്കാനും എളുപ്പമുണ്ട്. ഇവിടെ 250 രൂപയാണ് ഫീസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫീസ് അടച്ചാൽ നിങ്ങൾക്കിവിടെ എല്ലാം ഓക്കെ ആവും എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടുമെന്നല്ല, ഫീസ് അടച്ച് അടുത്ത ആ ഫൈനൽ സബ്മിഷൻ കൊടുത്ത് പിന്നെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇട്ടേക്കുക, എന്നിട്ട് പിന്നീട് പുറത്ത് പോകുമ്പോൾ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, നിങ്ങൾ താഴെ ചോദിക്കാം, ഞാൻ പറ്റണ പോലെ റിപ്ലൈ ചെയ്യാം. എനിക്കും ഈ കാര്യങ്ങളൊക്കെ കുറച്ച് എല്ലാവരും ചിലപ്പോൾ അറിയണമെന്നില്ല, അറിയുന്ന കാര്യങ്ങൾക്ക് പറയാം, കാണുന്നതിന് റിപ്ലൈ തരാം. ഓക്കെ, ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.